എക്സ്ട്രീം റൈറ്റ് എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഈ നവവലതുപക്ഷം, ആ വലതുപക്ഷത്തിൻ്റെ ലോകം കണ്ട ഏറ്റവും ബോഷ്കനായ പ്രതിനിധിയാണ് മിസ്റ്റർ ട്രംപ്. പിന്നീട് നമ്മൾ ശക്തിപ്പെടുന്നതായി കാണുന്നത് ശക്തമായി ഇതുപോലുള്ള ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസവും റേസിസ്റ്റുകളായിട്ടുള്ള ധാരാളം തീവ്ര വലതുപക്ഷ സംഘടനകളും ശക്തികളും, അതുകൂടാതെ സ്ത്രീവിരുദ്ധരായിട്ടുള്ള LGBTQ കമ്മ്യൂണിറ്റിയെ നിശ്ചിതമായി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തന്നെ നിലനിൽക്കരുത് എന്ന് ശഠിക്കുന്ന, ജനാധിപത്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിന് പറ്റിയ നിലപാടല്ലെന്ന് വിചാരിക്കുന്ന, ഒരു വിധത്തിൽ ഫാഷിസത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആശയഗതികൾ പുലർത്തുന്ന ആൾക്കാരുടെ ഒരു സംഘാതമായി അമേരിക്കയിലെ യാഥാസ്ഥിതിക പക്ഷം മാറുകയാണ്. ഇതെല്ലാം അനുസ്മരിപ്പിക്കുന്നത് 1930കളിലെ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ ആഗോള രംഗത്തേക്കുള്ള കടന്നുവരവാണ്. ഹിറ്റ്ലറും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാ. ട്രംപിസത്തിൻ്റെ ഭീഷണി അത് ലോകത്തിൻ്റെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത വിധാനങ്ങളിൽ സഞ്ചരിക്കാൻ ഏറ്റവും പ്രാപ്തനായ ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്, ഡോക്ടർ AK രാമകൃഷ്ണൻ. ഞാൻ ഈ വിഷയത്തിൻ്റെ ഒരു ആനുകാലിക സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം 2008 മുതലാളിത്ത പ്രതിസന്ധിക്ക് ശേഷം ആ പ്രതിസന്ധിയെ അതിജീവിക്കാനാവാത്ത ഒരു പതനഗതിയിലാണ്. ഈ പതനഗതിയിൽ നിന്ന് അമേരിക്കയെ രക്ഷിച്ചെടുക്കാനുള്ള അമേരിക്കനിസം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ന് ട്രംപിസമായി ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു ഹിംസാത്മകമായ അധിനിവേശ പ്രത്യയശാസ്ത്രം, അതാണ് അമേരിക്കനിസം എന്ന് പറയുന്നത്. ആ അധിനിവേശ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കോർപ്പറേറ്റുകൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന അവിടുത്തെ കടുത്ത ആംഗ്ലോ സാക്സൺ വംശീയവാദികൾ, ഇവരെല്ലാം പ്രതിദാനം ചെയ്യുന്ന ഒരു പുതിയ യാഥാസ്ഥിതികത്വം, ഒരു നവയാഥാസ്ഥിതികത്വം. ആ നവയാഥാസ്ഥിതികത്വത്തെ പലരും എക്സ്ട്രീം റൈറ്റ് എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഈ നവവലതുപക്ഷം, ആ വലതുപക്ഷത്തിൻ്റെ ലോകം കണ്ട ഏറ്റവും ബോഷ്കനായ പ്രതിനിധിയാണ് മിസ്റ്റർ ട്രംപ്. അമേരിക്ക 2008 പ്രതിസന്ധിക്ക് ശേഷം ഓരോ വർഷവും അമേരിക്ക രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് രക്ഷപ്പെടാനാവില്ല. ഇന്ന് ലോകത്ത് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ചൈനയാണ്. അതുകൊണ്ട് ചൈനയെ ലോകരാജ്യങ്ങളിൽ നിന്ന്, ലോക സമൂഹത്തിൽ നിന്ന്, 195 രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ഒരു വ്യാപാര സ്ട്രാറ്റജിയും ഒരു സൈനിക സ്ട്രാറ്റജിയുമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ മാത്രമല്ല അവിടുത്തെ ഡെമോക്രാറ്റുകളും ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബൈഡനെ നേരത്തെ അത് തുടർന്നു, ഇപ്പോൾ തീവ്രഗതിയിൽ അത് മിസ്റ്റർ ട്രംപ് നടപ്പാക്കുകയാണ്. അത്തരമൊരു സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ലോകത്തെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ, ലോകത്തെ ഭരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ബിബ്ലിക്കൽ, ചോംസ്കി പറയുന്നുണ്ട്, ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ ഒരു ദൈവകൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അമേരിക്കൻ ഭരണകർത്താക്കൾ എന്നാണ് അവർ സ്വയം വിശ്വസിക്കുന്നത്. ബുഷ് നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവം എന്നോട് പറഞ്ഞു ഇറാഖിനെ ആക്രമിക്കാൻ, അങ്ങനെയാണ് ഞാൻ ഇറാഖിനെ ആക്രമിച്ചതെന്നാണ്. ഇപ്പോൾ മിസ്റ്റർ ട്രംപ്, ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ടെലിവിഷൻ അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നതാണ്, ലോകത്തെ രക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവം നിയോഗിച്ച ആളാണ് ആര്? ഈ ബോഷ്കൻ എന്നാണ്, ഈ ബോറൻ എന്നാണ്. ഈ ബോറനായ അക്രമകാരി യുക്തിരഹിതമായ, അങ്ങേയറ്റം അയുക്തികമായ അക്രമോത്സുകതയുടെ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗം. അത് ക്യാപിറ്റൽ ഹാളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഗോളമായ രാഷ്ട്രങ്ങളുടെ ജനാധിപത്യപരമായ ഉച്ചകോടികളിൽ നിന്ന് എല്ലാം പിന്മാറുമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? കാലാവസ്ഥ ഉച്ചകോടി, പരിസ്ഥിതി ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആഗോള സംവിധാനങ്ങളിൽ നിന്നും അമേരിക്ക പുറകോട്ട് പോകും. അമേരിക്ക വികസിപ്പിക്കാൻ ഒറ്റ വഴിയേയുള്ളൂ, അതാണ് മുതലാളിത്തത്തിൻ്റെ യുക്തി. ആ യുക്തി എന്താണ്? ആ മുതലാളിത്ത യുക്തി എന്താണ്? ഡ്രിഗ് ചെയ്യുക, കുഴിച്ചെടുക്കുക, വീണ്ടും കുഴിച്ചെടുക്കുക, വീണ്ടും കുഴിച്ചെടുക്കുക.
ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ ഒരു മലയാളത്തിലെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് വരുന്നു. എന്താണ്, ഒരു കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന്. അവനറിയില്ല. അവൻ്റെ ചേട്ടൻ ചെവിയിൽ പറഞ്ഞു കൊടുത്തു എന്ത്, ഡൊണാൾഡ് ട്രംപാണെന്ന്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു പെട്രോൾ പമ്പ്. അതന്നെ, പെട്രോൾ പമ്പ്. ഈ ലോകത്തെ മുഴുവൻ കുഴിച്ചെടുത്ത് ആഗോള ഇന്ധന വിപണിയിൽ വിറ്റ് പണമുണ്ടാക്കിയാൽ മാത്രമേ അമേരിക്കയ്ക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയെല്ലാം, അത് വിഭവങ്ങളാവട്ടെ വിപണിയാവട്ടെ, അതിന് മുകളിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാലത്തിൽ ശീതയുദ്ധകാലത്ത് പോലും അമേരിക്ക നേരിടാത്ത ഒരു വെല്ലുവിളി ചൈനയുടെ ഭാഗത്ത് ഉയർന്നു വന്നിരിക്കുക. 149ഓളം രാജ്യങ്ങളെ ബന്ധപ്പെടുത്തുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, അത് നിസ്സാരമായൊരു പദ്ധതിയല്ല. ആ ബെൽറ്റ് ആൻഡ് റോഡ് മധ്യപൂർവ്വദേശം എന്ന് വിളിക്കുന്ന ഈ പശ്ചിമേഷ്യൻ മേഖല, ആഫ്രിക്കയും അതേപോലെ തന്നെ ഏഷ്യൻ ഭൂഖണ്ഡവും യൂറോപ്പും ഒക്കെ പരന്നു കിടക്കുന്ന ലോകരാജ്യങ്ങളെ ആകെ കൂട്ടിയിണക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ട്രംപിന് മെഡിറ്ററേനിയൻ സീയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ള പലസ്തീനെ നിലനിർത്താൻ പറ്റില്ല, ഗസയെ നിലനിർത്താൻ പറ്റില്ല, അത് ഏറ്റെടുക്കേണ്ടി വരും. അവിടെ എന്താണ്, അമേരിക്കയുടെ സുഖവാസ കേന്ദ്രം ഉണ്ടാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരിക്കും, വലിയ മിലിറ്ററി താവളമായിരിക്കും, സൈനിക താവളമായിരിക്കും. അപ്പോൾ അമേരിക്കക്ക് ഇന്ന് ലോകത്തിൻ്റെ വലിയ ഭീഷണികളുണ്ട്, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയവും സമ്പദ്ശാസ്ത്രപരവും സൈനികവുമായ ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ടാണ് ട്രംപ് ഇന്ന് ലോകത്തിനാകെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല. ഒന്നാമതായി ട്രംപ് പറഞ്ഞ എന്താണ്, ഗസയെ ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ്. ഗസയെ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ നിർണയിച്ച് സ്വയം നിർണ്ണയം നൽകിയ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അധികാരത്തെ, ആ സമൂഹത്തിന് മുകളിൽ ആധിപത്യം നേടാൻ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് അവകാശമുണ്ടോ? അപ്പോൾ ട്രംപ് പറയുന്നത് ഗസയെ ഞങ്ങൾ ഏറ്റെടുക്കും. ഗസയെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈജിപ്തും ജോർദാനും, ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈജിപ്ത്, ജോർദാൻ, അതേപോലെ തന്നെ എന്താണ് ഈ എർദോഗൻ്റെ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ. പക്ഷേ ഈജിപ്തും ജോർദാനും ശക്തമായി അതിനെതിരായിട്ട് രംഗത്ത് വന്നു. അതിനായി രംഗത്ത് വന്നപ്പോഴെന്താണ്, തങ്ങളുടെ ശിങ്കിടി രാജ്യങ്ങളായിട്ടും ജോർദാനെയും ഈജിപ്തിനെയും നിലക്ക് നിർത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചോ? ഇല്ല. അദ്ദേഹം കനഡയിലെ വലിയ ജലസമ്പത്ത് അത് മുഴുവൻ തന്നെ എന്താണ് തങ്ങൾക്ക് വേണം, അവിടെ ഞങ്ങൾ തന്ത്രപരമായ കടന്നുകയറ്റം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള ഭൂമേഖലകൾ, ആർട്ടിക് മേഖലയിലെ തന്ത്രപ്രധാനമായ മേഖലകൾ, അതൊക്കെ വില തരാം, വിലക്കും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ഇതെല്ലാം അനുസ്മരിപ്പിക്കുന്നത് 1930കളിലെ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ ആഗോള രംഗത്തേക്കുള്ള കടന്നുവരവാണ്. ഹിറ്റ്ലറും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാ, നാസി പാർട്ടിയും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. ലോകം ഭരിക്കാൻ അർഹതയുള്ള ഏകവംശം, ആര്യശ്രേഷ്ഠതയിലാർന്ന ഏകവംശം, ഏകരാജ്യം ജർമ്മനിയാണ്. അതുകൊണ്ട് ലോകത്തെ ജർമ്മനിക്ക് കീഴിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസോളിനിയെ കൂട്ടുപിടിച്ച് യൂറോപ്പിലെ ചെക്ലോസ്ലോവാക്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങൾ എന്താണ് പിടിച്ചെടുക്കാനുള്ള, അത് തങ്ങളുടേതാണെന്ന് അവകാശ പ്രഖ്യാപനം നടത്താനുള്ള ധൈര്യം ഹിറ്റ്ലർ കാണിച്ചത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും അന്ന് നിശബ്ദത പാലിച്ചു. ഇപ്പം ഈ പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി മോദി നിശബ്ദനാണ്. മോദി ട്രംപിൻ്റെ ഈ അഹങ്കാരത്തെ, ട്രംപിൻ്റെ ഈ അധിക പ്രസംഗത്തെ അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് പഞ്ചാബിലെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തള്ളുമ്പോൾ അഭിമാനമുള്ള ഏതൊരു രാജ്യവും സ്വന്തം രാജ്യത്തെ പ്രജകളോട് ഇത്രയും വലിയ അപമാനവും ക്രൂരതയും കാണിച്ച അമേരിക്കക്കാരോട് അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തോട് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു എന്ന് ചോദിക്കണം. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ദുർബലമായ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ നിലപാടിനെ അപലപിക്കുമ്പോൾ, എതിർക്കുമ്പോൾ മോഡി എന്താണ്, മൗനം കൊണ്ട് ട്രംപിൻ്റെ പാദം നക്കുകയാണ്. ഈ പാദം നക്കി, ഷൂ നക്കി, നല്ല പരിചയമുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് മോഡി. ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ലോകത്താകെ തങ്ങളുടെ അധിനിവേശത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ലോക നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗീകൃത തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് തങ്ങൾ പിടിച്ചെടുക്കും. ഇപ്പം എന്താണ്, ഇസ്രയേലിന് സയനിസ്റ്റുകൾക്ക് എല്ലാ പിന്തുണയും നൽകി ഈ പലസ്തീന ജനതയെ മുഴുവൻ അവിടുന്ന് ഓടിക്കാനുള്ള ശ്രമമാണ്. ഒന്നുകിൽ കൊന്നുകൂട്ടുക അല്ലെങ്കിൽ ഓടിക്കുക. അപ്പോൾ പലസ്തീനികളോട് എന്താ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, സൗദി അറേബ്യയിൽ ഒരുപാട് ഭൂപ്രദേശമുണ്ട്, നിങ്ങൾ അവിടെ പോയി ഒരു രാജ്യമുണ്ടാക്കിക്കോളൂ എന്നാണ് പറയുന്നത്. എത്ര അനീതികരവും അന്യായകരവുമായ സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ അയുക്തികമായ ആക്രമണോത്സുകതയാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവന എന്ന് ലോകം മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രങ്ങൾ മനസ്സിലാക്കണം. ഇതിനെതിരായിട്ട് ആഗോളതലത്തിൽ തന്നെ വൈകാതെ ലോക ജനതയുടെ ഐക്യമുണ്ടാവണം. അതാണ് എനിക്ക് ഈ ചർച്ചയിൽ ആമുഖമായിട്ട് പറയാനുള്ളത്.
സാറ് പറഞ്ഞൊരു തുടർച്ചയായിട്ട് സാറേ, നമ്മൾ സാധാരണ പറയുന്ന അമേരിക്ക ഇപ്പോൾ എല്ലാത്തിനും പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ WHO എന്ന് ഫണ്ട് കുറയ്ക്കുന്നു, UN ഏജൻസികളിൽ നിന്ന് പിൻവാങ്ങുന്നു, ക്ലൈമറ്റ് ചേഞ്ചായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങുന്നു, EU ആയിട്ട് ബന്ധം അല്ലെങ്കിൽ നാറ്റോ ആയിട്ട്. ഇപ്പോൾ ഇവിടെ പിൻവാങ്ങുന്ന ഒരു ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രംപ് പലപ്പോഴും വേറൊരു തരത്തിലും വായിക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ഒരു ഹെജമോണിക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നുള്ള ഒരു പുറകിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കില്ല ഒരു പക്ഷേ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അമേരിക്കയിലെ പാരമ്പര്യവാദികൾ അവർ കൂടുതലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് അമേരിക്കയുടെ സ്വാധീന മേഖല വടക്കൻ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും മാത്രമായി ഒതുക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, മൺറോ ഡോക്ടറിൻ്റെയൊക്കെ കാലം. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി അതുകൊണ്ട് അവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ, രാഷ്ട്രീയത്തിലെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഒരു ഉള്ളിലേക്ക് നോക്കുന്ന സമൂഹമായി, അതിൻ്റെ ഭരണകൂടം അതിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് നോക്കണമെന്ന് പ്രത്യയശാസ്ത്രപരമായി നിഷ്കർഷിച്ച വിഭാഗങ്ങളായിരുന്നു. പക്ഷേ നമ്മൾ അമേരിക്കൻ ഇമ്പീരിയലിസം എന്നൊക്കെ പറയുന്നതിൻ്റെ വളർച്ച ഇത്തരമൊരു യാഥാസ്ഥിതികതയ്ക്ക് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയുണ്ടായി. അതിൽ ഡെമോക്രാറ്റുകളായിരുന്നു ആ ഇമ്പീരിയലിസത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു വശം. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ വലിയ നയങ്ങളിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു തലത്തിൽ അമേരിക്കൻ ഇമ്പീരിയലിസം വളർന്നിരുന്നു. കാരണം ആ ഇമ്പീരിയലിസ്റ്റ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാർട്ടി വ്യത്യാസം അത്ര സംഗതമല്ലാതായി തീർന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്കറിയാം മകൻ ബുഷ് ഭരിച്ചിരുന്ന കാലത്ത് ശക്തമായി, അച്ഛൻ ബുഷിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു, ബുഷ് ജൂനിയർ ഭരിച്ചിരുന്ന സമയത്ത് ആ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിരുന്നത് ഈ നവയാഥാസ്ഥിതികർ എന്ന് നമ്മൾ വിളിക്കുന്നവരായിരുന്നു, നിയോ കൺസർവേറ്റീവ്സ്. അത് കൂടുതലും ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റ് പോലുള്ള ആൾക്കാരായിരുന്നില്ല. അതിലെ പല ചിന്തകരും അതിനെ യഹൂദരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ജൂയിഷ് ഒരു സംഘം തന്നെ അതിന് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ വിടവ് ലോക രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അത് അമേരിക്ക നികത്തിയില്ലെങ്കിൽ, അതിന് ഏറ്റവും പറ്റിയ സന്ദർഭമാണിത്. ആ സമയത്ത് അത് നികത്തിയില്ലെങ്കിൽ അത് പിന്നീട് വലിയ വിധത്തിലുള്ള അമേരിക്കൻ സ്വാധീനത്തെ കുറയ്ക്കുന്ന ഒരു സംഗതിയായിരിക്കും എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പശ്ചിമേഷ്യയിലൊക്കെ കണ്ട വലിയ ഇറാഖ് യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ ആ ഒരു നവയാഥാസ്ഥിതികത്വത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടതാണ്. ആ നവയാഥാസ്ഥിതികർ പഴയ യാഥാസ്ഥിതികരെ പോലെ ഉള്ളിലോട്ട് നോക്കാൻ ഭരണകൂടത്തെ നിർബന്ധിക്കുന്നവരായിരുന്നില്ല, നേരെ മറിച്ച് ആയിരുന്നു. പിന്നീട് നമ്മൾ ശക്തിപ്പെടുന്നതായി കാണുന്നത് ശക്തമായി ഇതുപോലുള്ള ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസവും റേസിസ്റ്റുകളായിട്ടുള്ള ധാരാളം തീവ്ര വലതുപക്ഷ സംഘടനകളും ശക്തികളും, അതുകൂടാതെ സ്ത്രീവിരുദ്ധരായിട്ടുള്ള LGBTQ കമ്മ്യൂണിറ്റിയെ നിശ്ചിതമായി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തന്നെ നിലനിൽക്കരുത് എന്ന് ശഠിക്കുന്ന, ജനാധിപത്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിന് പറ്റിയ നിലപാടല്ലെന്ന് വിചാരിക്കുന്ന, ഒരു വിധത്തിൽ എന്താണ് ഫാഷിസത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആശയഗതികൾ പുലർത്തുന്ന ആൾക്കാരുടെ ഒരു സംഘാതമായി അമേരിക്കയിലെ യാഥാസ്ഥിതിക പക്ഷം മാറുകയാണ്. അത് യാഥാസ്ഥിതികമെന്നുള്ള പഴയ രീതിയിൽ നിൽക്കില്ല. കാരണം അത് അക്രമോത്സുകമായിട്ടുള്ള ഒരു സംഗതിയായി മാറി. നമ്മൾ ഷാർലറ്റ്സ്വില്ലിലൊക്കെ കണ്ടത് അതാണ്. ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് പോലുള്ള പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ
വന്ന് നേരിടുന്നവരായി കണ്ടത്. ഈ അബോർഷൻ ക്ലിനിക്കുകളുടെ മുമ്പിൽ വന്ന് ഡോക്ടർമാരെയും പേഷ്യൻസിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നവരായിട്ടും ഒക്കെ കണ്ട ഒരുതരം അക്രമോത്സുകമായിട്ടുള്ള ഫാഷിസ്റ്റ് രീതിയിലുള്ള സംഘമായി യഥാർത്ഥത്തിൽ ഈ യാഥാസ്ഥിതികരുടെ പക്ഷം മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം സമീപകാല അമേരിക്കയിൽ കഴിഞ്ഞ 1-2 ദശകങ്ങളായി അവർ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിലുള്ള ആ തീവ്ര വലതുപക്ഷ ഫാഷിസ്റ്റ് ആശയഗതിക്കാരാണ് ഇന്ന് ട്രംപിൻ്റെ ഭരണകൂടത്തിലെ മുഖ്യ നേതാക്കളെല്ലാം തന്നെ. അവരാണ് ഭരിക്കാൻ പോകുന്നത്. അവർക്ക് ഒന്നൊന്നായി നിങ്ങൾക്കറിയാം സെനറ്റിൻ്റെ അംഗീകാരവും ലഭ്യമാവുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി, ഇപ്പോൾ ബൈഡൻ്റെയൊക്കെ ഭരണസമയത്ത് നാം കണ്ടത് വലിയ ഇപ്പോൾ പാലസ്തീനിൽ ഗാസയിൽ വലിയ വംശഹത്യക്ക് ഏറ്റവും അധികം സഹായം ചെയ്യുകയും നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത ബൈഡൻ പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭരണം അവസാനിപ്പിക്കുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു. നമുക്കറിയാം പാലസ്തീൻകാർ അവരുടെ ചരിത്രത്തിൽ മറക്കാത്ത വംശഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടർ എന്നുള്ള നിലക്ക് ഉള്ള ബൈഡൻ്റെ ചരിത്രസ്ഥാനം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ട്രംപിന് ധാരാളം അറബ് അമേരിക്കൻസിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും മറന്നുപോകരുത്. ബൈഡൻ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു ന്യൂ ഒളിഗാർക്കി അധികാരത്തിലേക്ക് വരുന്ന സ്ഥിതിവിശേഷമാണ്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ ഒളിഗാർക്കിയുടെ സ്വഭാവം ഒരു പ്രഭുവർഗം ശരിക്കും അമേരിക്കയിൽ വരികയാണ്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ടെക്നോ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അമേരിക്കയിൽ വളർന്നു വരുന്നു. ഒരു പ്രസിഡന്റ് പോകുമ്പോൾ പറയുന്ന വാക്കുകളാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ തന്നെ വിഴുങ്ങിയ ഒരു സംഗതിയായിരുന്നു. പക്ഷെ അത് പുതിയ രൂപത്തിൽ കൂടുതൽ ശക്തമായി വരും. അപ്പോൾ ഈ ഒളിഗാർക്ക് നമുക്കിന്ന് കാണാൻ സാധിക്കും. ആ ടെക്നോ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തന്നെയാണ് ഇപ്പോൾ ഇലാൻ മസ്കിനെ പോലുള്ളവർ. ഈ കമ്പനികൾ, നമ്മൾ ഈ കമ്പനി ഭരണം എന്നൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള കാര്യമാണ്. അത് നിങ്ങൾ നമ്മുടെ കുണാൽ കമ്ര പറയുന്ന നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അംബാനിയും അദാനിയും ഒക്കെ ആണ് ഭരിക്കുന്നത്. ഈ ട്രംപ് ഈ മോദി എന്തിനാണ് ഇതിൻ്റെ നടുക്ക് വന്ന് നമ്മളിവിടെ നേരിട്ടുള്ള ഈ ഭരണത്തെ മാറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടായി. അതുപോലുള്ളൊരു സംഗതിയാണ് വരുന്നത്. ഈ പ്രഭുവർഗം എന്ന് പറയുന്നത് ഇതാണ്. കമ്പനി താല്പര്യങ്ങൾ നേരിട്ട്, നിങ്ങൾ ട്രംപിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടതാണ്. നിരയായി എല്ലാ വൻ കോർപ്പറേറ്റ് നേതൃത്വങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ കോർപ്പറേറ്റ് ഭരണം ഒരു വശത്തും മറുവശത്ത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക ബോധം ഉള്ള നേതൃത്വങ്ങൾ മറുവശത്തുമുള്ള, നമ്മൾ ഫാഷിസത്തിൽ ശരിക്കും കണ്ട ആ ഒരു കോമ്പിനേഷൻ നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ഒരു ഭരണകൂടമായിട്ടാണ് ട്രംപിൻ്റെ ഈ സെക്കൻഡ് ടേമിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത്. ഇവിടെ ട്രംപ് എന്തുകൊണ്ട് അധികാരത്തിലെത്തി എന്നുള്ള ചോദ്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ നമ്മളത് ഈ വലതുപക്ഷ വിരുദ്ധതയുടെ കാര്യം മാത്രം പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലാവണമെന്നില്ല. എന്താണ് സാധാരണ മനുഷ്യർക്ക് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്? അത് ഡെമോക്രാറ്റുകൾ ഭരിച്ചാലും റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിച്ചാലും ചരിത്രപരമായി സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ മാറ്റം അമേരിക്കയിലെ തൊഴിലാളികൾ ആകമാനം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പം ഞാൻ പെൻസിൽവേനിയയിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം പഠിപ്പിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ സെൻട്രൽ പെൻസിൽവേനിയ എടുത്തോളൂ. അവിടുന്ന് ഒഹയോ ആണെങ്കിലും മിഷിഗൺ ആണെങ്കിലും അവിടുത്തെ ഗ്രാമങ്ങൾ, ഇതൊക്കെ വൻതോതിൽ
ഞാൻ താമസിച്ച സ്ഥലമൊക്കെ 99% വെള്ളക്കാർ മാത്രമുള്ള സ്ഥലം. ഒഹയോയുടെ മിക്ക ഭാഗങ്ങളും അങ്ങനെയാണ്. ഇവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന കൽക്കരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഖനനവും അതിന് അനുസരിച്ച് ഇരുമ്പ് വ്യവസായവും ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെയൊക്കെ വലിയ സ്ഥലങ്ങളാണിത്. ഇവയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഇതൊക്കെ ഗോസ്റ്റ് ടൗൺസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്. ഈ വൈറ്റ് വർക്കിംഗ് ക്ലാസ് എന്നുള്ള ഒരു വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി കാര്യമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തീവ്ര വലതുപക്ഷ സ്വഭാവവും റേസിസ്റ്റായിട്ടുള്ള ആ സ്വഭാവവും ഒക്കെ ഇവരെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. ഈ ആൻറ്റി ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ടും ഈ സാങ്കേതികവിദ്യയുടെ മാറ്റം, അമേരിക്കൻ ഇമ്പീരിയലിസത്തിന് അത് തന്നെ സാമ്പത്തികമായി നേരിടുന്ന പ്രതിസന്ധികൾ, തൊഴിലാളികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, യഥാർത്ഥത്തിൽ ഒരു ശക്തനായിട്ടുള്ള നേതാവ് വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് അമേരിക്കൻ ജനതയെ നയിക്കുന്നുണ്ടായി. ട്രംപിലൂടെ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാൾ, സാധാരണ കൺവെൻഷണൽ ഈ ഡെമോക്രാറ്റുകളെ പോലെ എത്രയോ കാലമായി രാഷ്ട്രീയത്തിലുള്ള അത്തരം ആൾക്കാരല്ല വേണ്ടത്. ട്രംപിൻ്റെ ആദ്യ വരവിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളതും അത് തന്നെയാണ്. ഒരു ബിസിനസ്സുകാരൻ വന്ന് ഇതൊക്കെ ശരിയാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോഴും പറയില്ലേ, ശക്തനായിട്ട് പട്ടാള ഭരണം വന്നാൽ അതിലും മെച്ചം സാധാരണ പറയും. ആ വിധത്തിലുള്ള ജനങ്ങളുടെ ജീവിത അരക്ഷിതാവസ്ഥയെ, തൊഴിലില്ലായ്മയെ, നാട് മുഴുവൻ തന്നെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന വിധത്തിലേക്ക് സ്ഥിതിവിശേഷം മാറുന്നത്. ഇത് ഈ കുടിയേറ്റക്കാരോടുള്ള വിരോധമാക്കി മാറ്റാനും അതിനെ ഒരു പ്രത്യയശാസ്ത്ര രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും ട്രംപിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ല ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി. പഴയ ഒരു നേതാവിന് ഒരു സ്ഥാനവും ഇല്ല. മോദി വന്നപ്പോൾ BJPക്ക് സംഭവിച്ചത് അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ഒക്കെ സംഭവിച്ചതുപോലെ തന്നെ പഴയ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലാതായി മാറിയിട്ടുണ്ട് പുതിയ റിപ്പബ്ലിക്കൻ പാർട്ടി. പുതിയൊരു പാർട്ടി എന്നുള്ള നിലക്കല്ല. ഈ ട്രംപിസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് ഈ തീവ്ര വലതുപക്ഷ ഫാഷിസ്റ്റായിട്ടുള്ള പ്രത്യയശാസ്ത്രവും അതേസമയത്ത് ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ആധിപത്യ സ്വഭാവം മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായിട്ട് തന്നെ ആൻറ്റി ഇമിഗ്രേഷൻ പോളിസിയും വെള്ളക്കാരുടെ ഡോമിനേഷനെ കുറിച്ചുള്ള ചിന്തയും ഇതൊക്കെ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരമായി ഇങ്ങനെയുള്ള അമേരിക്കക്കാർ ഇതിനെയൊക്കെ ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് ആയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു സാംസ്കാരിക ഒരു മൂല്യത്തിൻ്റെ തലത്തിലുള്ള പ്രവർത്തനം, അത്തരത്തിലേക്കുള്ള മാറ്റം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിച്ചു. ആദ്യത്തെ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ചെറുപ്പക്കാരുടെ വോട്ട് കൂടുതലും ഡെമോക്രാറ്റുകൾക്കാണ് കിട്ടിയത്, നിങ്ങൾക്കറിയാം. പക്ഷെ വലിയ കൺസോളിഡേഷൻ നടന്നതുകൊണ്ട് ട്രംപ് ജയിച്ചു. രണ്ടാമത് ബൈഡൻ ജയിക്കുന്നതും അമേരിക്കയിലെ ബ്ലാക്ക് പോപ്പുലേഷൻ്റെയും സ്ത്രീകളുടെയും പ്രത്യേകിച്ച് ഈ റോ വേഴ്സസ് വെയ്ഡൊക്കെ ഇല്ലാതാക്കിയ സന്ദർഭം, അല്ലെങ്കിൽ അതിൽ ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമം നടന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ചെറുപ്പക്കാർക്ക് അമേരിക്കയുടെ ലോകത്തിലുള്ള ഇടപെടലിനോടുള്ള വിരോധം, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്നവരും, ഇവരുടെയൊക്കെ വോട്ട് സമാഹരിക്കാൻ ബൈഡന് കഴിഞ്ഞതുകൊണ്ടാണ് ആദ്യത്തെ ട്രംപ് ഭരണം തുടരാതിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം, നമ്മളെ ഒരു പ്രോഗ്രസീവായി വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും, നേരത്തെ സാനന്ദ് സൂചിപ്പിച്ചതുപോലെ അത് ലത്തീനോ പോപ്പുലേഷൻ ആണെങ്കിലും ബ്ലാക്ക് പോപ്പുലേഷൻ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും ചെറുപ്പക്കാരുടെ അങ്ങോളം ഇങ്ങോളമുള്ള പോപ്പുലേഷൻ ആണെങ്കിലും അത് ചെറിയ മാർജിനെ അതിലുള്ളൂ. പക്ഷേ അവരിലും ഭൂരിപക്ഷം വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്ന ഒരു സ്ഥിതിയാണ്
അങ്ങനെയാണ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അമേരിക്കക്കകത്തുള്ള വലിയ സാമൂഹ്യ മാറ്റത്തിൻ്റെ കൂടി ഒരു പശ്ചാത്തലം ഇതിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ്റെ സമയത്ത്, ആ പ്രചരണ സമയത്തുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു എതിരാളിയായി വന്നത് ബേണി സാൻഡേഴ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ അവസാനം വരെ കൊണ്ടുപോകാൻ ഡെമോക്രാറ്റിക് പാർട്ടി തയ്യാറായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം. ഒരുപക്ഷെ ട്രംപ് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന വൈറ്റ് വർക്കിംഗ് ക്ലാസ്സിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഈ വർക്കിംഗ് ക്ലാസ് പൊളിറ്റിക്സ് കുറച്ചുകൂടി ഈ ഇമിഗ്രൻ്റ് വിരുദ്ധമായിട്ടുള്ള, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, കറുത്തവർക്കെതിരെയുള്ള അത്തരം നിലപാടുകളിൽ നിന്ന് മാറ്റി ഇപ്പോൾ കുറേ കൂടി വിശാലമായ ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോകണം എന്നുള്ളത്, ഇതിന് പരിഹാരം യഥാർത്ഥത്തിൽ ഈ കമ്പനികളുടെ വലിയ തോതിലുള്ള ഇലക്ഷനിലടക്കമുള്ള ആധിപത്യത്തിന് എതിരെ നിലപാടെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേണി സാൻഡേഴ്സ് പ്രചരണം നടത്തുകയുണ്ട്. അന്നത്തെ ഇലക്ഷനിൽ നമുക്കറിയില്ല, ബേണി സാൻഡേഴ്സ് ആയിരുന്നു ട്രംപിന് എതിരാളിയെങ്കിൽ ട്രംപിൻ്റെ വിജയം ഈ പറയുന്നത് പോലെ എളുപ്പമാകുമായിരുന്നില്ല. അത് നിശ്ചയമായും തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അത്തരം ഒരു മാറ്റം ഇഷ്ടമല്ല. കോർപ്പറേറ്റ് സഹായമില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവരതിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളത്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഇതുപോലുള്ള ഈ സിലിക്കൺ വാലി, ഈ എലമെൻറ്റ്സ്, ഇപ്പോൾ അവരെല്ലാം തന്നെ ഭരണത്തിൽ കയറി കൂടിയിട്ടുണ്ട്, ഇലാൻ മസ്ക് അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഈ തീവ്ര വലതുപക്ഷത്തിനെതിരെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഡെമോക്രാറ്റിക് പാർട്ടി അകത്തുനിന്ന് തന്നെ പൊളിക്കുകയാണ് ചെയ്തെന്ന് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടി ഒരു തുടർ വിജയമാണ് നമ്മൾ ട്രംപിൻ്റെ രണ്ടാം വരവിൽ കാര്യമായി കണ്ടിട്ടുള്ളത്. താങ്ക് യു. ശ്രീ കുഞ്ഞിക്കണ്ണൻ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സാറ് ഈ ഗസയെ പറ്റി പറഞ്ഞിരുന്നു. കാരണം ഗസയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരി എന്ന രീതിയിലുള്ള ഒരു ട്രംപിൻ്റെ സ്ഥലം കയ്യേറുക, അതല്ലെങ്കിൽ ഒരു സൈനിക ക്യാമ്പാക്കി മാറ്റുക എന്നുള്ളത് തന്നെയായിരിക്കും തീർച്ചയായും ലക്ഷ്യം. അപ്പോൾ സാറ് എങ്ങനെയാണ് ഒരു ഉക്രൈൻ പ്രശ്നത്തിലുള്ള ഒരു ട്രംപിൻ്റെ നിലപാടുകൾ? ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന രീതിയിലാണ് ട്രംപിൻ്റെ ആദ്യത്തെ പ്രസ്താവനകൾ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ പലരും വിലയിരുത്തുന്ന പോലെ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷേ ട്രംപിൻ്റെ ചില നയങ്ങളെ കൊണ്ട് ഈ പറയുന്ന ഉക്രൈനുള്ള സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും ഒക്കെ പിൻവലിക്കുക വഴി ഒരു സമാധാനം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തരത്തിൽ എങ്ങനെയാണ് അത്തരത്തിൽ, പക്ഷേ ട്രംപിനെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരുപാട് ഇതുകൾക്കുണ്ടെങ്കിൽ പോലും ട്രംപിൻ്റെ ചില തലതിരിഞ്ഞ ചെയ്തികൾ ചിലപ്പോഴും ലോകസമാധാനം കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ആറ്റം ബോംബ് സമാധാനം കൊണ്ടുവരുമെന്ന് പറയുമല്ലോ. കാരണം ബോംബ് രണ്ട് രാജ്യങ്ങൾക്കടുത്തും, ഇന്ത്യയുടെ അടുത്തും പാകിസ്ഥാൻ്റെ അടുത്തും ബോംബുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചുകൊണ്ട് ആക്രമിക്കില്ല. അതുകൊണ്ട് യുദ്ധം സമാധാനം കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ ട്രംപ് സമാധാനം കൊണ്ടുവരും എന്നുള്ളതാണ് ചോദ്യം. ഉക്രൈനിൽ സാധ്യതയില്ല. ഇത്തരം നിരീക്ഷണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പല യൂറോപ്യൻ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, സെലൻസ്കി എന്ന് പറയുന്നത് നാറ്റോ സൈന്യത്തിന് റഷ്യയെ വളയാനുള്ളൊരു സ്റ്റൂജാണ്, ഒരു ഉപകരണമാണ്. അപ്പോൾ സെലൻസ്കി കടുത്ത യാഥാസ്ഥികനാണ്, നിയോ നാസിയാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ളൊരു പൊളിറ്റിക്സ് ഉള്ള ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചരിത്രപരമായിട്ട് ഈ ഉക്രൈനിൽ നിലനിൽക്കുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. റഷ്യൻ വംശജരും ഉക്രൈനുകളും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യമുണ്ട്. ആ വംശീയ വൈരുദ്ധ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെലൻസ്കിയെ തങ്ങളുടെ ഈ മേഖലയിലെ ഒരു ദല്ലാളാക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നില്ല. കാരണം എന്താണ്? റഷ്യ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ റഷ്യയെ പിന്തുണക്കാൻ ഷീ ജിൻപിങ് തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം പുടിനുമായിട്ട് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ നാറ്റോ സൈന്യത്തിൻ്റെ ഈ മേഖലയിലേക്കുള്ള ഈ അധിനിവേശ നീക്കത്തെ, ഈ വിന്യാസ നീക്കത്തെ പ്രതിരോധിക്കാൻ ഈ പുടിൻ എല്ലാ പിന്തുണയും നൽകുന്ന അവസ്ഥയാണുള്ളത്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കുഴിക്കുക എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്, ഈ റഷ്യൻ എണ്ണ യൂറോപ്പിലേക്ക് പോകുന്നത്. ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും പ്രധാനമായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നത് ഈ റഷ്യൻ എണ്ണയാണ്.
റഷ്യൻ എണ്ണയാണെങ്കിൽ വില കുറച്ച് കൊടുക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ എണ്ണക്കുത്തകകൾ നേരിടുന്ന അവരുടെ ഒരു ഇന്ധന പ്രതിസന്ധിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം യൂറോപ്യൻ വിപണി റഷ്യ ചെലുത്തുന്ന സ്വാധീനമാണ്. ഇത് ഈ മേഖലയിലെ നാറ്റോ സൈനിക നീക്കങ്ങൾക്ക് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് റഷ്യയുടെ സാമ്പത്തികമായ വാണിജ്യപരമായ ആധിപത്യം അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഉക്രൈനെ നാറ്റോവിൻ്റെ ഭാഗമാക്കാനും അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയെ ദുർബലപ്പെടുത്താനോ അല്ലെങ്കിൽ റഷ്യയെ തകർക്കാനോ ഉള്ള ഒരു നീക്കം ഈ ഉക്രൈൻ യുദ്ധത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഉക്രൈൻ യുദ്ധം നിർത്തണമെന്നുള്ളത് ആഭ്യന്തരമായി ഉക്രൈനിലെ ഈ സെലൻസ്കി ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്ന പലരും ആഗ്രഹിക്കുന്നതാണ്. അവരത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യുദ്ധം നിർത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഘട്ടത്തിലും എന്താണ് അമേരിക്ക വലിയ രീതിയിലുള്ള ആയിരക്കണക്കിന് ഡോളറുകൾ ആയുധങ്ങളായിട്ടും മറ്റ് സഹായങ്ങളുമായിട്ട് ഉക്രൈന് നൽകിക്കൊണ്ട് സെലൻസ്കി ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പ്രശ്നം തന്നെ നെതന്യാഹുവിൻ്റെ കാര്യത്തിലുമുണ്ട്. ഇപ്പോൾ ആഗോള സമൂഹമാകെ 142 രാജ്യങ്ങൾ UN-ൻ്റെ ജനറൽ അസംബ്ലിയിൽ ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഈ വെടിനിർത്തലിന് വേണ്ടി പ്രമേയം കൊണ്ടുവന്നല്ലോ. പ്രത്യേകിച്ച് നെതന്യാഹുവിന് ആഭ്യന്തരമായിട്ടും വലിയ വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പലസ്തീൻ പ്രശ്നം. പക്ഷേ അമേരിക്കയുടെ ഒരൊറ്റ നിർബന്ധമാണ്, ഒരു കാരണവശാലും എന്താണ് യുദ്ധം നിർത്തരുത്. ഈ യുദ്ധം എന്താണ് ഈ മെഡിറ്ററേനിയൻ ഭാഗത്തെ ഈ രീതിയിലുള്ള ഒരു ഗസയിലെ ഹമാസ് ഗവൺമെൻറ് എത്ര ദുർബല ഗവൺമെൻറ്റാണെങ്കിലും വെസ്റ്റ് ബാങ്കിലെ ഫത്താ പാർട്ടിയുടെ ഗവൺമെൻറ് എത്ര ദുർബല ഗവൺമെൻറ് ആണെങ്കിലും അത് അമേരിക്കക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. അത് സയൻസത്തിന് മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സമൂഹമാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ളത്. അപ്പോൾ ആ വെസ്റ്റ് ബാങ്കിനെ എന്താണ് തകർക്കണം. ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ചൈന വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫത്താ പാർട്ടിയുടെയും ഗസ ഭരിക്കുന്ന ഹമാസിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടെ 14 പലസ്തീൻ ഓർഗനൈസേഷനെ ബീജിങ്ങിലേക്ക് വിളിച്ചു ചേർത്തു. അവരോട് ചൈന ആവശ്യപ്പെട്ടത് എന്താ? ചൈന ആവശ്യപ്പെട്ടത് ഗസയും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഒന്നിക്കണം, ഒരു ജോയിൻറ്റ് പലസ്തീൻ രാഷ്ട്രമുണ്ടാകണം, ഒരു സംയുക്ത രാഷ്ട്രമുണ്ടാകണം, ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. എന്നിട്ടെന്താണ് ആഗോള സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ ദ്വിരാഷ്ട്രം എന്ന ഇസ്രയേൽ എന്ന പോലെ തന്നെ പലസ്തീനും സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാഷ്ട്രമായി മാറണം. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ചൈന ഈ പലസ്തീനിലെ ഗസയിലെയും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെയും 2 ഗവൺമെൻറ്റുകൾക്ക് നൽകിയത്. ഈ പലസ്തീൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ഇടതുപക്ഷ സ്വാധീനമുള്ള സംഘടനകൾ. ഈ 14 സംഘടനകളിൽ വളരെ പ്രധാനപ്പെട്ട പല സംഘടനകളും ഇടതുപക്ഷ മാർക്സിസ്റ്റ് സ്വാധീനമുള്ള സംഘടനകളാണ്. അപ്പോൾ ഈ സംഘടനകളുടെയൊക്കെ തന്നെ ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു കോർഡിനേഷൻ നടക്കുന്നു എന്നത് ചൈന അതിന് പിന്തുണ നൽകുന്നു എന്ന്. ഇപ്പം ഹമാസിന് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എന്താണ് നിർലോഭമായ സഹായമാണ് ചൈന നൽകിയത്. ഇപ്പോൾ കോവിഡ് കാലത്ത് അവർക്ക് ആവശ്യത്തിന് മാസ്ക് പോലും ഉണ്ടായിരുന്നില്ല, അവർക്ക് വാക്സിൻ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ എന്താണ് സൗജന്യമായിട്ട് ചൈന നൽകുകയായിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ ചൈനയുടേതായ താല്പര്യങ്ങളുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ വെൽട്ടൺ റോഡൊക്കെ ബന്ധപ്പെട്ട് ഈ മെഡിറ്ററേനിയൻ തീരപ്രദേശങ്ങളിൽ ചൈനയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ ചൈന രാഷ്ട്രീയമായിട്ട് ഈ പലസ്തീൻ ഇഷ്യൂവിൽ വലിയ പിന്തുണ നൽകുന്നു. ആ പിന്തുണയുടെ ഒരു ബലം ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അവർ നെതന്യാഹുവിനെ ഈ സയനിസ്റ്റുകളെയും എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ മേഖലയിൽ അതിശക്തമായ സാമ്പ്രായത്വ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ലെബനൻ ഹിസ്ബുള്ളയുടെ ഗവൺമെൻറ് അവർ പലസ്തീൻ ഇഷ്യൂവിൽ കാണിക്കുന്ന നടപടികൾ, അതേപോലെ തന്നെ സിറിയ, ഇപ്പോൾ സിറിയ ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സിറിയയിൽ വലിയൊരു ജനസമൂഹം എന്താണ് പലസ്തീൻ കോസിനോടൊപ്പമാണ്. ഇറാൻ്റെ പ്രശ്നമുണ്ട്, യമൻ്റെ പ്രശ്നമുണ്ട്. യമൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു പ്രമേയത്തിൽ തന്നെ അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്താണ്, പലസ്തീൻ പ്രശ്നത്തിൽ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ അവർ പേരെടുത്ത് പറഞ്ഞു, അറബ് രാജ്യങ്ങൾ എടുക്കുന്ന ഈ കുറ്റകരമായ മൗനത്തിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് പലസ്തീൻ പ്രശ്നത്തെ അമേരിക്ക ഈ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം അധിനിവേശം ഉറപ്പിക്കാനുള്ള ഒരു വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിക്കില്ല, ഗസയിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പക്ഷേ ലോകത്തിലെ വിമോചന ശക്തികളും ഈ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ സ്വയംനിർണ്ണയത്തെയും ദേശീയ വിമോചനത്തെയും അംഗീകരിക്കുന്ന ദേശീയ വിമോചനം എന്ന് പറയുന്നത് കൊളോണിസത്തിൻ്റെ ഒരു അവശിഷ്ട പ്രശ്നമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഐക്യരാഷ്ട്രസഭയും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദേശീയ വിമോചനത്തിന് വേണ്ടി ഒരു രാജ്യത്തെ ജനതയ്ക്ക് ആയുധമെടുത്ത് സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. ഇവിടെ ശശി തരൂരിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ഹമാസ് നടത്തുന്ന ഭീകരപ്രവർത്തനമാണെന്നൊക്കെ പറയുമ്പോൾ കൈയടിക്കാൻ ആളുണ്ടാവും. പക്ഷേ കൈയടിക്കുന്ന ആളുകൾ എന്താണ്, അയാൾ ഇൻ്റർനാഷണൽ പൗരനാണ്, ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്നൊക്കെയാണ് മലയാളി. എന്താണ് അവരുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്, അവരെ ഒരു മാനസപുത്രൻ, ഒരു ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന മാനസപുത്രനാക്കിയിട്ട് കൊണ്ടു നടക്കുകയാണ് മലയാളി. പക്ഷേ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചതാണ്. UN പ്രമേയങ്ങൾ പറയുന്നത് എന്താണ്, ആയുധമെടുത്തും ഒരു രാജ്യത്തെ ജനതയ്ക്ക്
അവരുടെ ദേശീയ സ്വയംനിർണ്ണയത്തിന് വേണ്ടി, ദേശീയ വിമോചനപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം. ഐക്യരാഷ്ട്രസഭ അത് സാധൂകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹമാസിൻ്റെ യുദ്ധത്തെ, സായുധ പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾക്ക് കേവലമായിട്ട് ഭീകരപ്രവർത്തനമായിട്ട് അവലംബിക്കാൻ പറ്റുമോ? ഇന്നും എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവാദ പട്ടികയിൽ ഹമാസില്ല. ഇപ്പോൾ അമേരിക്ക സിറിയയിൽ കൊണ്ടുവന്നിരിക്കുന്ന വിദ്വാനുണ്ടല്ലോ, അയാളുടെ സംഘടന ഉണ്ട്, ഈ തെഹരീദ് സാധനമുണ്ട്. എന്നാൽ ഹമാസില്ല. ഹമാസ് എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ തന്നെ നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിൽ 2007 നടന്ന തെരഞ്ഞെടുപ്പിൽ ഗസയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. അപ്പോൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിനെ ഭീകരവാദ രാഷ്ട്രമാണ് എന്ന് പറയുന്ന, ഇതിപ്പോൾ കൗതുകരമരയുണ്ട്. ഈ ചങ്ങലക്കിട്ട് കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന കഥയൊക്കെ പരക്കുന്നതിനിടയിൽ രാമകൃഷ്ണ മാഷ് ഓർമ്മിക്കുന്നുണ്ടാവും. പനാമയിലെ നുറീഗ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കരീബിയൻ മേഖലയിൽ അമേരിക്കയുടെ പല നയങ്ങളെ അദ്ദേഹം എതിർത്തു. അങ്ങനെ എതിർത്തപ്പോൾ എന്താണ്, അദ്ദേഹത്തെ ഡ്രഗ് ട്രാഫിക്കിംഗ് കേസിൽ പെടുത്തിയിട്ട് ഒരു ഇൻ്റർനാഷണൽ കുറ്റവാളിയാക്കിയിട്ട് ഈ ഹെയ്ത്തിയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം ഹെയ്ത്തിയിൽ പോയിട്ട് അദ്ദേഹത്തെ എന്താണ് അമേരിക്കൻ പോലീസുകാർ, അമേരിക്കൻ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ട് അമേരിക്കയിൽ കൊണ്ടുവന്ന ലോകാനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അമേരിക്ക ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്ന ഉഷ്ണേന ശാന്തം എന്ന് പറഞ്ഞാൽ ട്രംപിനെ കൊണ്ട് ചിലപ്പോൾ അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കാമെന്നൊക്കെയുള്ള ഒരു തെറ്റായ യുക്തിയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ലോകത്തിലെ ജനാധിപത്യ ശക്തികൾ, രാഷ്ട്രങ്ങൾ ഈ കോഴ്സിനോട് എടുക്കുന്ന ഏറ്റവും ശരിയായ ഒരു നിലപാടായിരിക്കും, ലോകാഭിപ്രായം തന്നെയായിരിക്കും. ചോംസ്കിയൊക്കെ അത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് സോവിയറ്റ് യൂണിയനും ആ രീതിയിലുള്ളൊരു സോഷ്യലിസ്റ്റ് ശാക്തിക ചേരി ദുർബലപ്പെട്ടെങ്കിലും എന്താണ് ലോകാഭിപ്രായം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ചേരി രൂപപ്പെടുന്നുണ്ട്, ശക്തിപ്പെടുന്നുണ്ട്. അതിനാവശ്യമായ രീതിയിൽ ഇന്നത്തെ ലോകബന്ധങ്ങളെ, ശാക്തിക ബന്ധങ്ങളെ നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിൽ പുതിയ രീതിയിലുള്ള ശാക്തിക ചേരികൾ രൂപപ്പെടുന്നുണ്ട്. ഞാൻ ചൈനയുടെയൊക്കെ ഇപ്പോഴത്തെ നീക്കത്തെ, അതിന് ചൈനയുടെ താല്പര്യമൊക്കെ ഉണ്ടാകാം, അത് പല രീതിയിൽ വിഷയമുണ്ട്. പക്ഷേ ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഉൾപ്പെടെ ലോക വാണിജ്യത്തിലേക്കുള്ള അവരുടെ ഒരു ഹെജമണി വരുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സമ്പദ്ഘടനയും അമേരിക്കയുടെ പെൻറ്റഗണുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. ആ വെല്ലുവിളി ട്രംപിസം കൊണ്ടൊന്നും മറികടക്കാൻ കഴിയുന്നതല്ല. തിരിച്ച് രാമകൃഷ്ണ സാറിലേക്ക്. സാറ് ഗസയെ പറ്റി സംസാരിച്ചു വരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഒരു നയം അനുസരിച്ച് ഗസ ഒരു പക്ഷേ ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ സൈനിക താവളമാക്കി മാറ്റുക എന്നൊക്കെ പല ആർഗ്യുമെൻറ്റ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ മുൻ അനുഭവം വെച്ച്, ഇപ്പോൾ വിയറ്റ്നാമിലെയോ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെയോ ഒക്കെ അനുഭവം വെച്ചിട്ട് അമേരിക്ക നേരിട്ടുള്ള ഒരു സൈനിക നീക്കത്തിലേക്ക് ഗസയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാറ് ഭാവിയിൽ, ട്രംപ് പലതും ആദ്യമേ വെടിപൊട്ടിക്കുമെങ്കിലും പലപ്പോഴും പിന്നീട് അതിനെ ഫോളോ അപ്പ് ചെയ്യാറില്ല, കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രംപ് വരും നാളുകളിൽ ഗസ എന്ന് പറയുന്ന പ്രശ്നത്തെ നേരിടാൻ പോകുന്നത്? ഈ ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്ന് നമുക്കറിയാം. ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് എൻവോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് വിറ്റ്കോഫ്, അദ്ദേഹമാണ് ഈ ഖത്തറിൽ വെടിനിർത്തലിനുള്ള, ഈ ബന്ദികളെ കൈമാറാനുള്ള ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആ ഒരു കരാറിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ട്രംപിൻ്റെ ഈ എൻവോയിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ട്രംപ് അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇവിടെ യുദ്ധം നിർത്തിയിരിക്കണം എന്നുള്ള ഒരു നെതന്യാഹുവിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കും. അതിനൊരുപാട് പ്രോമിസസ് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രംപ് അധികാരമേൽക്കുന്ന അതിന് തൊട്ട് മുമ്പ് ഞാൻ തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രോമിസ് എന്ന് പറയുന്നത് ബൈഡൻ്റെ കാലത്ത് പോലും നിലവിലിരുന്ന വെസ്റ്റ് ബാങ്കിലെ യഹൂദ കുടിയേറ്റക്കാരുടെ അക്രമ പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തുന്നവർക്കെതിരെയുള്ള സാങ്ഷൻ, അമേരിക്കൻ സാങ്ഷൻ നിലനിന്നിരുന്നു. ട്രംപ് വന്ന ഉടനെ അത് എടുത്തു മാറ്റി. അങ്ങനെ ഒരു പ്രോമിസ് ഇതിന് കാലത്ത് തന്നെ കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ നെതന്യാഹുവിനെതിരെയുള്ള ഇൻ്റർനാഷണൽ കോർട്ടുകളുടെ ഒക്കെ ഇടപെടലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എല്ലായിടത്തും അതിനുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നെതന്യാഹുവിനെ കൃത്യമായി രക്ഷിക്കാമെന്നുള്ള പ്രോമിസുമാണ് കൊടുത്തിരുന്നത്. നെതന്യാഹുവിനെയാണ് കാര്യമായി ട്രംപ് ഭരണത്തിലേറ്റ ഉടനെ തന്നെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്.
ഇതൊക്കെ ചെയ്യുമ്പോഴും ട്രംപിന് ഗാസയിലെ സ്ഥിതി കാണുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാം തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഇങ്ങനെയുള്ള ബിൽഡിംഗ് കാണുമ്പോൾ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് മൊത്തം നിരത്തി അദ്ദേഹം ഒരു റിവേറ ഉണ്ടാക്കുമെന്നുള്ളത്. കടൽ തീരത്താണ്, നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. യുദ്ധത്തിൻ്റെ ഈ അനന്തരസ്ഥിതിയെ ഒരു മുതലാളിത്തത്തിൻ്റെ ഈസ്തറ്റിക്സ് അതിലെവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിറ്റ്കോഫിനും ആവശ്യം ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെയും റിയൽ എസ്റ്റേറ്റ് കമ്പനി വളരണം. അപ്പോൾ ഇവിടെ ഏതായാലും കൺസ്ട്രക്ഷൻ നടക്കണം. പക്ഷേ ഈ പാലസ്തീൻകാർക്ക് എന്തിനാണ് കൺസ്ട്രക്ഷൻ നടത്തി അതിലെങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് പാലസ്തീൻകാരെ ഗാസയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഈ ഒരു വീക്ഷണത്തിൽ അത്യാവശ്യമായിട്ടുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പുതിയ ഒളിഗാർക്കിയുടെ വളർച്ചയുമൊക്കെ ബന്ധപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ സമാധാനം അവിടെ ആവശ്യവുമുണ്ട്. ഇസ്രായേൽ ഇനിയും നിരന്തരമായി കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ഒരു വിധത്തിലും ഇത്തരം പരിപാടികൾ നടക്കില്ല. അതുകൊണ്ട് അത് എപ്പോഴും തുടരാനുള്ള ഒരു ആഗ്രഹം ഗാസയിലില്ല, അത് വെസ്റ്റ് ബാങ്കിൽ ആണ് ഇനി ചെയ്യേണ്ടത്. അവിടെയും തകർക്കൽ നല്ലവണ്ണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നേരത്തെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതൊരു വശമാണ്. മറുവശത്ത് ഈ ഞാൻ പറഞ്ഞു, അമേരിക്കയിലെ യാഥാസ്ഥിതികരുടെ ആദ്യകാലത്ത് അവർ ഭരണകൂടത്തെ ഉള്ളിലേക്ക് നോക്കുന്ന ഒന്നായി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ യാഥാസ്ഥിതിക മനോഭാവവുമൊക്കെ അതിൻ്റെ റേസിസവും പുതിയ തരത്തിലുള്ള ഫാഷിസ്റ്റ് രീതിയിലുമൊക്കെ അമേരിക്കയിൽ മാറ്റം വരുത്താനാണ് ട്രംപ് ശ്രമിച്ചത്. അതിൽ വിജയം കാണുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നാം കാണുന്ന ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി വളരെ പ്രധാനമാണ്. അത് പനാമയെ ക്ലെയിം ചെയ്യുക, ഗ്രീൻലാൻഡ് ഞങ്ങളങ്ങ് എടുക്കും എന്ന് പറയുക, ഗാസയിൽ ഇതുമാതിരി അവിടെ പുതിയ ഫ്ലാറ്റുകളും റിവേറകൾ സൃഷ്ടിക്കുക എന്ന് പറയാം, കാനഡയെ ക്ലെയിം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പാൻഷനിസ്റ്റ് ആയിട്ടുള്ള ജിയോഗ്രാഫിക്കലായിട്ടുള്ള എക്സ്പാൻഷനെ കുറിച്ച് ഒരു വശത്ത് സംസാരിക്കുക, മറുവശത്ത് ഒരു ട്രേഡ് വാറിലേക്ക് പോവുക. ചൈനയുമായിട്ടുള്ള കാര്യം സൂചിപ്പിച്ചു. ഈ താരിഫ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അമേരിക്കക്കാരുടെ എല്ലാം ഒരു ദൈനംദിന വാക്കായിട്ടും മാറിയിട്ടുണ്ട്. താരിഫ് അത് 10% തൊട്ട് 30% വരെ പല രാജ്യങ്ങൾക്കു നേരെ നടപ്പാക്കുക എന്നുള്ളത്. കാനഡയ്ക്കെതിരെ, മെക്സിക്കോക്കെതിരെയൊക്കെ നടപ്പാക്കി കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ചൈനയ്ക്കെതിരെ വൻതോതിൽ നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ ലോകത്ത് ഈ വ്യാപാര യുദ്ധം നടത്തുന്നതിലൂടെയുള്ള വേറൊരു തരം ഇടപെടൽ നമ്മൾ കാണുന്നു. ഇതിലൊക്കെ ലാഭം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കുണ്ടാക്കുക, അമേരിക്കൻ നാഷണലിസം എന്ന് പറയുന്ന ഒരു സംഗതി അതിലൂടെ ശക്തിപ്പെടുത്തുക എന്നൊക്കെയുള്ള ഒരു സംഗതി അതിലൂടെ സെർവ് ചെയ്യുന്നുമുണ്ട്. ഗാസയിലെ ഈ നീക്കവും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്. ഇതിൽ കാണുന്ന ഒന്നിപ്പോൾ ട്രംപിൻ്റെ ഗാസയോടുള്ള സമീപനം, ഇവിടുന്ന് പാലസ്തീൻകാരെ ഒക്കെ ഒഴിച്ചു മാറ്റി വേറെ ഈജിപ്തിലോ ജോർഡാനിലോ സൗദി അറേബ്യയിലോ പോയി താമസിക്കാനൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് യൂറോപ്പിൽ നിന്ന് സയനിസ്റ്റ് മൂവ്മെൻറ്റിലൂടെ പാലസ്തീനിലേക്കുള്ള യഹൂദ കുടിയേറ്റക്കാരും പറഞ്ഞിരുന്നത്, അല്ലേ? എ ലാൻഡ് വിതൗട്ട് പീപ്പിൾ ഫോർ എ പീപ്പിൾ വിതൗട്ട് ലാൻഡ്, അതായിരുന്നു സയനിസ്റ്റ് മുദ്രാവാക്യം അക്കാലം. അപ്പോൾ ഈ ലാൻഡ് വിതൗട്ട് പീപ്പിൾ എന്നുള്ളത് പാലസ്തീനെ കുറിച്ച് വിഭാവനം ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ട് അവസാനമുള്ള സയനിസ്റ്റുകൾ മാത്രമല്ല, ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ള ട്രംപുമാണ്. അതേ വീക്ഷണമാണ് ഇവിടെ. അതിൻ്റെ അർത്ഥം അന്ന് യൂറോപ്പിലെ യഹൂദർക്ക് അറിയില്ല എന്നുള്ളതല്ല, ഇവിടെ ജനവാസമുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരു ഏഷ്യൻ സമൂഹത്തിലെ പാലസ്തീൻകാർ എന്നൊക്കെ പറയുന്നത് ഗൗനിക്കേണ്ടതായിട്ടില്ല. ഇതാണ് ശരിക്കും എഡ്വേർഡ് സയ്യിദൊക്കെ ഓറിയൻ്റലിസം എന്നൊക്കെ പറയുന്നത്. ഇതാണ്
നമ്മെപ്പോലുള്ള സമൂഹങ്ങളിൽ, പലസ്തീൻ പോലുള്ള ഒരു ഏഷ്യൻ സമൂഹത്തിൽ ഉള്ള മനുഷ്യർക്ക് അത്രയൊന്നും വിലയില്ല. അവരില്ല എന്ന് വിചാരിച്ച് തന്നെ നയങ്ങൾ നടപ്പാക്കാവുന്നതാണ്. അവരുടെ അസ്വത്വം അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തരം കൊളോണിയൽ ഇമ്പീരിയലിസ്റ്റ് വീക്ഷണങ്ങൾക്കില്ല എന്നുള്ളത്. ട്രംപിൻ്റെ പാലസ്തീനോടുള്ള മനോഭാവവും ഇത് തന്നെയാണ്. ഗാസയിൽ പാലസ്തീൻകാർ തിരിച്ചു വരുന്നു, അവർ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ അവിടുന്ന് പുറത്താക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന് വെള്ളക്കാരുടെയോ അമേരിക്കക്കാരുടെയോ യൂറോപ്യക്കാരുടെയോ ഇസ്രായേലികളുടെയോ ഒന്നും വില കൊടുത്തിട്ടില്ല. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണുമല്ലേ, ആ പ്രശസ്തനായിട്ടുള്ള ഒരു പാലസ്തീനിയൻ കൊമേഡിയൻ സംസാരിക്കും, ഇന്നത്തെ റേറ്റ് എത്രയാണെന്ന് ഇസ്രായേലിനോട് ചോദിക്കേണ്ട, ഇസ്രായേൽ നേതാക്കന്മാരോട്. നേരത്തെ ഉള്ള റേറ്റ് 120 പാലസ്തീൻകാരെ കൊന്ന ഒരു ഇസ്രായേലി, അതായിരുന്നു റേറ്റ്. അതാണ് മനുഷ്യർക്കുള്ള വില. ഇന്നത്തെ റേറ്റ്, ഇന്നത്തെ ഓരോ ദിവസവും ഇത് ചെറുതായിട്ട് പേര് അതുപോലുള്ള. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ പാലസ്തീൻകാരുടെ ചെറുത്തുനിൽപ്പ് ഗാസയിൽ തന്നെ ഇത്രയും വലിയ ദുരന്തത്തിനിടക്കും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള നെഗോഷിയേഷനിൽ എന്താണ് സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത്, ഒരു ഇസ്രായേലി ബന്ദിയെ വിടാൻ 30 പാലസ്തീനിയൻ ബന്ദികളെ വിടാനായിട്ടുള്ള എഗ്രിമെൻറ്റിലാണ് ഇസ്രായേൽ സൈൻ ചെയ്യേണ്ടി വന്നത്. ഇപ്പം അങ്ങനെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്, 1:30. അപ്പോൾ ഒരു വിലയും കൊടുക്കില്ല എന്നു. പക്ഷേ ട്രംപിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ഇപ്പോൾ ഹമാസിൻ്റെ നെഗോഷിയേഷനിൽ അത് പോസിബിളാണ്, പാലസ്തീൻകാരുടെ ആവശ്യം നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ആ ബന്ദി നെഗോഷിയേഷനിലെങ്കിലും. പക്ഷെ ട്രംപിൻ്റെ നോട്ടം ഈ പാലസ്തീൻകാരവിടെ എന്തിൻ്റെ സൂക്കേടാണെന്നുള്ള നിലക്കാണ് അവർ ചോദിക്കും. പാലസ്തീൻകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തൊട്ട് യഹൂദ കുടിയേറ്റ കാലത്ത് ശ്രമിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിന് ശേഷം ശക്തമായി 48-ലെ യുദ്ധം തൊട്ട് ശ്രമിക്കും. 67-ലെ യുദ്ധത്തിൽ മുഴുവൻ ചരിത്രപരമായിട്ടുണ്ടായിരുന്ന പാലസ്തീൻ മുഴുവൻ ഇസ്രായേൽ പിടിച്ചടക്കി. ഇന്നും അവരുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്. പക്ഷേ പാലസ്തീൻകാരെ പൂർണ്ണമായും ഇവിടുന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. അത് സാധിക്കുമെന്നുള്ളത് ഒരു എന്താണ്, മനപ്പായസം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. വ്യവസായ സാധ്യതകളുമൊക്കെ മുന്നിൽ കാണുക എന്നുള്ളതേ ഉള്ളൂ. പാലസ്തീൻ സമരത്തിൻ്റെ ചരിത്രം അറിയുന്നവർ 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാൻ, ഇപ്പോൾ കിഴക്കൻ ജെറുസലേമിലൊക്കെ ഇങ്ങനെ പിടിച്ചടക്കി പോകുമ്പോൾ ഈ ഷെയ്ഖ് ജറ പ്രദേശത്തൊക്കെ നടന്ന ഒരു വീട് പൊളിച്ചു കൊണ്ടുപോകാൻ സമയത്ത്, ഇസ്രായേലി സൈന്യം പൊളിക്കുന്ന സമയത്ത് നടന്ന ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് നമുക്ക് അറിയാം. അപ്പോൾ ഗാസയിലെ ജനത ഇതൊക്കെ വിട്ടങ്ങ് പോവും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ കഴിഞ്ഞ 1 നൂറ്റാണ്ടിലെ മുഴുവൻ ചരിത്രം നിഷേധിക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായിരിക്കും. അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ കുടിയേറ്റത്തെ സംബന്ധിച്ചുള്ള ട്രംപിൻ്റെ നയം വരും കാലത്ത്? പ്രത്യേകിച്ച് നമുക്കറിയാം, അമേരിക്ക ഒരു കുടിയേറ്റ രാഷ്ട്രമാണ്. ട്രംപിൻ്റെ പിതാക്കളൊക്കെ കുടിയേറിയവരാണ്, ട്രംപിൻ്റെ ഭാര്യമാർ കുടിയേറിയവരാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ട്രംപ് പറയുന്ന ഒരു അമേരിക്ക ഫസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിക്കുള്ളിൽ എങ്ങനെയായിരിക്കാം ഇനിയും വരും വർഷങ്ങളിൽ ലോകം? കാരണം ഈ അമേരിക്കയുടെ പോളിസിയുടെ സ്വാധീനങ്ങൾ യൂറോപ്പിലുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ തന്നെ അതിൻ്റെ ആദ്യത്തെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു, 100 പേരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ ഒരു മാതൃകയാണ് അവിടെ വളർന്നു പോകുന്നത്. ഈ ട്രംപിൻ്റെ പല നയങ്ങളും ലോകത്തിന് പലപ്പോഴും പല നേതാക്കൾക്കും മാതൃകയാണ്, പ്രത്യേകിച്ച് പോപ്പുലിസ്റ്റ് സ്വഭാവമുള്ള നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ ആദ്യ സമയത്തെ നമ്മൾ ബ്രസീലിലെ ബെൽസിനാരോയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ ബ്രസീലിയൻ ട്രംപ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം അത്തരത്തിൽ ഈ ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പും നയങ്ങളുമൊക്കെ ലോകത്ത് അത്തരത്തിലുള്ള വലതുപക്ഷ ക്ഷുദ്ര തരത്തിലുള്ള നേതാക്കളുടെ വളർച്ചയ്ക്ക് കൂടി സഹായിക്കുമോ? ഒന്നുകൂടി ഒന്ന് മറുപടി പറയാം. തീർച്ചയായിട്ടും ലോകത്തൊട്ടാകെ ഈ രീതിയിലുള്ള ഒരു പുതിയ ന്യൂ റൈറ്റ് പൊളിറ്റിക്സ് ശക്തിപ്പെട്ടു വരികയാണ്. പിന്നെ നെതന്യാഹു ഇസ്രായേലിലാണെങ്കിൽ ഇന്ത്യയിലെ മോഡിയാണ്. ലോകത്തൊട്ടാകെ ഈ ഒരു രീതിയിലുള്ള ഒരു നവവലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തന്നെ വൈരുദ്ധ്യങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പോൾ ട്രംപ് കുടിയേറ്റക്കാരെ വലിയ രീതിയിൽ അവിടുന്ന് അടിച്ചോടിക്കാനും കുടിയേറ്റ വിരുദ്ധ വികാരം പടർത്താനും, അധികാരം ഏറ്റിട്ട് 1 മാസമാകുന്നതിന് മുമ്പാണ്
18,000 ആളുകളുടെ പട്ടിക ഉണ്ടാക്കിയിട്ട് അവരെ എന്താണ് സൈനിക വിമാനത്തിലാക്കിയിട്ട് യുദ്ധക്കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് പോലെ ഓരോ രാജ്യങ്ങളെയും വിമാനത്താവളങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് ഇത് അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. പക്ഷേ ഇതിലൂടെ ട്രംപ് ഒരു കൗതുകകരമായ ഒരു നിരീക്ഷണം ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. യുദ്ധമില്ലാതെ അമേരിക്കക്ക് നിലനിൽക്കാനാവില്ല. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഒരു പഠനം 2023 അവരെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് 91,600 കോടി രൂപയാണ്. ലോകത്തിലെ മൊത്തം പ്രതിരോധ ചെലവിൻ്റെ സൈനിക ചെലവിൻ്റെ 40% അമേരിക്കയുടേതാണെന്നാണ് പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൻ്റെ ഏക വരുമാന മാർഗമായിട്ട് യുദ്ധ വ്യവസായവും യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതിയും മാറിയിരിക്കുകയാണ്. ന്യൂക്ലിയർ എനർജി ഉൾപ്പെടെയുള്ള മേഖലകൾ യുദ്ധ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് അമേരിക്കക്കുള്ളത്? എല്ലാ രംഗങ്ങളിലും അമേരിക്കൻ വ്യവസായങ്ങൾ, അമേരിക്കൻ പ്രൊഡക്ഷൻ, ഇപ്പോൾ ഈ ഓട്ടോമൊബൈൽ രംഗത്ത് ജപ്പാനുമായിട്ടുള്ള ടയോട്ടയായിട്ടുള്ള മത്സരത്തിൽ ജനറൽ മോട്ടോഴ്സ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ ഓട്ടോമൊബൈൽ രംഗത്തെ എന്താണ് ആദി പിതാവ് എന്നൊക്കെ പറയാവുന്ന ആളാണ് ആര്? ഈ ഫോർഡ്. ആ ഫോർഡിൻ്റെ കമ്പനി ഈ പുതുതായിട്ട് എമർജ് ചെയ്ത് വന്ന ഈ ഒരു പിന്നോക്ക വ്യവസായ രാജ്യമായിരുന്ന ജപ്പാനുമായി ഓട്ടോമൊബൈൽ രംഗത്ത് മത്സരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് IT രംഗത്ത് ചൈന ഉയർത്തുന്ന വലിയ വെല്ലുവിളികൾ ഇന്ന് അമേരിക്ക നേരിടുക. ഓരോ രംഗത്തും അമേരിക്ക വ്യവസായ രംഗത്ത്, വ്യാപാര രംഗത്ത് പ്രതിസന്ധി നേരിടുക. അമേരിക്കക്കാകെ പണം കിട്ടുന്ന വരുമാനമുള്ള ഏക വ്യവസായം എന്താണ്? യുദ്ധ വ്യവസായം മാത്രമാണ്. അതുകൊണ്ട് ലോകത്ത് യുദ്ധമുണ്ടാക്കേണ്ടത്, നേരത്തെ സനന്ത് ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുപോയതാണ്, ഈ യുക്രൈൻ യുദ്ധമുണ്ടാക്കേണ്ടതും അതേപോലെ തന്നെ ഗസ വെച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലാകെ യുദ്ധത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് എന്താണ്? അമേരിക്കയുടെ കൂടെ ആവശ്യമാണ്. അമേരിക്കയ്ക്ക് യുദ്ധമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അല്ലെ, ഇനി പറഞ്ഞിട്ടുണ്ട് ഇമ്പീരിയലിസം മീൻസ് വാർ എന്നത്. സാമ്രാജ്യത്വം എന്നാൽ യുദ്ധം മാത്രമാണ്. യുദ്ധമില്ലാതെ സാമ്രാജ്യത്വത്തിന് നിലനിൽക്കാൻ പറ്റില്ല. മുമ്പ് നമ്മളത് മനസ്സിലാക്കിയിരുന്നത് ഈ ലോകത്തെ ഭൂപരമായി വിഭജിച്ചെടുക്കാൻ വിഭവങ്ങളും വിപണിയൊക്കെ കൈയടക്കാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തെന്താണ്? യുദ്ധം തന്നെ സ്വയം ഒരു വ്യവസായമാണ്. യുദ്ധോപകരണങ്ങളുടെ കച്ചവടം, അതിലൂടെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അമേരിക്കയെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. ചോംസ്കി അദ്ദേഹത്തിൻ്റെ സമീപകാലത്ത് സമാഹരിക്കപ്പെട്ട ദ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ പുസ്തകം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ, അതിൻ്റെ അന്തർവൈരുദ്ധ്യങ്ങളെ, അതിൻ്റെ നിലനിൽപ്പിനെ ഇന്ന് സാധ്യമാക്കുന്ന യുദ്ധ വ്യവസായത്തിൻ്റെ അനവധിയായ പ്രകടനങ്ങൾ എന്ന നിലയ്ക്ക് ലോകത്ത് കഴിഞ്ഞ 10-20 വർഷക്കാലത്തിനിടയിലുണ്ടായ യുദ്ധങ്ങളെയൊക്കെ പരിശോധിക്കുന്നതാണ്. ആ ഓരോ യുദ്ധത്തിലൂടെയുമുള്ള ആയുധ കച്ചവടമാണ്. അമേരിക്ക എന്താണ് ഒരേ സമയത്ത് തന്നെ എന്താണ് തങ്ങൾ അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങൾക്കും ആയുധം വിൽക്കും, തങ്ങളെ എതിർക്കുന്ന രാഷ്ട്രം, അത് ഇറാൻ ഗേറ്റിലൂടെയൊക്കെ പുറത്തു വന്ന കാര്യമാണ്. അപ്പോൾ അമേരിക്ക അത്രയും വൃത്തികെട്ട ഏറ്റവും കുപ്രസിദ്ധമായ യുദ്ധക്കച്ചവടത്തിൻ്റെ, ആയുധക്കച്ചവടത്തിൻ്റെ, അതാണ് യുദ്ധമൊന്നും നിർത്താൻ അമേരിക്ക പറ്റില്ല. അമേരിക്കയുടെ തന്നെ മറ്റൊരു വ്യവസായ താല്പര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. അമേരിക്ക വിജയിക്കുന്ന ഒരു വ്യവസായം എന്ന് പറയുന്നത് വാർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വാർ ഈസ് പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയുന്നത് സാമ്രാജ്യത്തിൻ്റെ ഒരു പഴയ സിദ്ധാന്തമാണ്. യുദ്ധമാണ് സമൃദ്ധി ഉണ്ടാക്കുന്നത്, യുദ്ധമാണ് സമ്പത്തുണ്ടാക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റിയലായി ചോംസ്കി ആ പുസ്തകത്തിൽ പറയുന്നത് കണക്കുകൾ, വസ്തുതകൾ, സ്ഥിതിവിവരങ്ങൾ, ലോകാനുഭവങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് ചോംസ്കി പറയുന്നത് അമേരിക്കക്ക് യുദ്ധമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ട്രംപിസം എന്നത് യുദ്ധോത്സുകമായ, വളരെ അയുക്തികമായ ഒരു എന്താണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗീയതയിൽ, വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയസ്ഥാണ്. അതിനെ ഏറ്റവും എളുപ്പ സന്ധി ചെയ്യാൻ കഴിയുന്നത് ഹിറ്റ്ലർക്ക് മുസോളിനിയോട് എന്ന പോലെ ട്രംപിന് ഏറ്റവും എളുപ്പ സന്ധി ചെയ്യാൻ കഴിയുന്നത് സയനിസ്റ്റുകളുമായിട്ടാണ്, നെതന്യാഹുമായിട്ടാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കി 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ. ഇപ്പോൾ ഇന്ന് രാവിലെ മോദിയും ട്രംപും തമ്മിലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചവർക്കറിയാം. ഇപ്പോഴാണ് വളരെ വ്യക്തമാവുന്നത് നമ്മുടെ ബജറ്റിൽ അമേരിക്കയിൽ ട്രംപ് ഈ താരിഫുകൾക്കെതിരെയുള്ള ചൈനയ്ക്കെതിരെ അത് നടപ്പാക്കി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ബജറ്റിൽ തന്നെ ധാരാളമായി താരിഫ് കൺസെഷൻ അമേരിക്കക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എത്ര കണ്ട് ട്രംപിൻ്റെ ഭീഷണി ഇന്ത്യക്ക് നേരെ ഈ താരിഫുകളുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. മോദിക്ക് എന്തെങ്കിലും അഷ്വറൻസ് കൊടുത്തതായി നമുക്കറിയില്ല. എന്നാൽ മറ്റ് 2 കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള തീരുമാനം ഇന്ന് ഉണ്ടായിട്ടുണ്ട്.
ഒന്ന്, ഈ ട്രംപിൻ്റെ പോളിസി, നേരത്തെ പറഞ്ഞ ഗ്രീൻലാൻഡിൻ്റെയും ഒക്കെ കാര്യം, അത് ഈ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറയുന്നത് പുള്ളിയുടെ മുദ്രാവാക്യമാണ്. എവിടെ പോയി എണ്ണ കുഴിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങാമെന്ന് മോദി സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നല്ല വില കൊടുത്ത് ഇനിയും എണ്ണ വാങ്ങേണ്ടി വരുമെന്നുള്ളത് ഇന്ത്യയിലെ സാധാരണക്കാരെ ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ളത് ആദ്യമേ പറയാൻ സാധിക്കും. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഈ ചങ്ങാത്തത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ, ഇപ്പോഴത്തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വിലയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. റഷ്യയിൽ നിന്നൊക്കെ വളരെ ചീപ്പായിട്ട് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള രാജ്യത്ത് നിന്ന് തന്നെ, അമേരിക്കയിൽ നിന്ന് തന്നെ എണ്ണയും ഗ്യാസും വാങ്ങാൻ പോവുകയാണ്. അതിന് കരാറും ട്രംപും മോദിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അതിന് തീരുമാനമായിട്ടുണ്ട്. ഏതായാലും രണ്ടാമതൊരു തീരുമാനം ആണവ നിലയങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളത്, അതിനും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരിസ്ഥിതികമായിട്ടും നമ്മുടെ എനർജി സെക്ടറിലും ജനങ്ങളുടെ ചെലവും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ നമുക്ക് വലിയൊരു ഭാരമാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ ചങ്ങാത്തം നമ്മുടെ മേലെ കെട്ടിവെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ ഈ താരിഫുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വൻ താരിഫുകൾ ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ മേലെ ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ഇന്ത്യ വലിയ കൺസെഷൻ അമേരിക്ക കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഹാർലി സ്റ്റീവൻസൺ പോലുള്ള മോട്ടോർ സൈക്കിളുടെ കാര്യത്തിലാണ്. അതിന് വലിയ താരിഫ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, അമേരിക്കൻ മോട്ടോർ സൈക്കിൾ. അത് കാര്യമായി തന്നെ വെട്ടിക്കുറച്ചിട്ടു. മോട്ടോർ വാഹനങ്ങളുടെ കാര്യത്തിൽ, കാറുകളുടെ അടക്കം വലിയ തോതിൽ താരിഫുകൾ കുറക്കും എന്നുള്ള, അമേരിക്കൻ കമ്പനികൾക്ക് കാര്യമായി വരാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരം കൺസെഷൻ യഥാർത്ഥത്തിൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ചങ്ങാത്ത് ഇപ്പോൾ റഷ്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ലാഭകരമായിട്ടുള്ള എണ്ണ കിട്ടും. ഇറാനുമായി ഈ അമേരിക്കൻ സാങ്ഷൻസ് നമ്മൾ അംഗീകരിക്കില്ലായിരുന്നുവെങ്കിൽ, കുറച്ച് നട്ടലുള്ള ഒരു രാജ്യവും നേതൃത്വവും ആയിരുന്നെങ്കിൽ, ലോകത്തിലെ ഏറ്റവും ചീപ്പറായിട്ട് നമ്മൾ ഇറാനിൽ നിന്ന് അത്രയധികം എണ്ണ വാങ്ങിയിരുന്ന അത് നേരിട്ടുള്ള ഇറക്കുമതി 0 ആക്കി മാറ്റുന്ന വിധത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനൊക്കെ ആരാ വില കൊടുക്കേണ്ടത്? ഇന്ത്യൻ ജനത വില, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില അതാണ്. അപ്പോൾ ഇറാനിൽ നിന്ന് അത്രയും ചീപ്പറായിട്ട് എണ്ണ കിട്ടുന്നത്, റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണ വളരെ ചീപ്പായിട്ട് കിട്ടുന്നത് തുടരുകയും ചെയ്യുന്നതിന് പകരം ഇത്തരം ഇടപാടുകളിലേക്കാണ് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അതിൻ്റെ വെറും കടത്ത് കൂലി തന്നെ ആലോചിച്ച് നോക്കിയാൽ എത്രയധികമായിരിക്കും കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഭരണകൂടം തന്നിരിക്കുന്ന സംഭാവനകൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അമേരിക്കൻ ബാന്ധവത്തിൻ്റെ താൽക്കാലികമായിട്ടെങ്കിലുമുള്ള ഒരു ഫലം. അതാണ് ട്രംപിൻ്റെ നേതൃത്വം നമുക്ക് നൽകിയിട്ടുള്ളത്, അതാണെന്ന് മാത്രം സൂചിപ്പിക്കും. ഈ ചർച്ച വളരെ സാർത്ഥമായ രീതിയിൽ, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അർത്ഥപൂർണ്ണമാക്കിയിട്ടുള്ള രണ്ട് പ്രതിനിധികൾക്കും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.